aspirants, welcome back to another episode of Master Key. Next 84, question number 84. Which of the following statement is steel, a major fishing craft material? നമ്മൾ എന്തുകൊണ്ടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. Mild steels has a carbon content of 0.3 to 0.8%. അതാണോ? Steel is lighter by cubic meter aluminum or FRP. അതാണോ? Steel offers high uniform strength and minimum wastage of material. ഇതിനകത്ത് നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് രണ്ടും തെറ്റാ. ഇതാണ് ശരി. സ്റ്റീല് നല്ലൊരു യൂണിഫോം സ്ട്രെങ്തും വേസ്റ്റേജ് മിനിമം വേസ്റ്റേജ് ഓഫ് മെറ്റീരിയലും ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തിന് സ്റ്റീലിനെ ഒരു നല്ലൊരു ഫിഷിംഗ് ക്രാഫ്റ്റ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത്. 3D. Interesting question. The fishing method in which several lines with baited hooks or loops are tossed through the water from a vessel. നല്ല ചോദ്യമാണ്. പക്ഷെ ഇതിൻ്റെ ഓപ്ഷൻ കാണുമ്പം ട്രോളിംഗ് ഉണ്ട്, സീയിങ് ഉണ്ട്, ട്രോളിംഗ് ഉണ്ട്, എൻറ്റാംഗ്ലിംഗ്. ഇത് പ്രൊനൗൺസ് ചെയ്യുന്ന ഏകദേശം സെയിം. ട്രോളിംഗ് പ്രൊനൗൺസ് ചെയ്യുന്ന ഏകദേശം സെയിം രീതിയിൽ തന്നെയാണ്. അത് ഇച്ചിരി എങ്ങാണൊന്നും നമ്മൾ സ്പെൽ മാറ്റി പറയുന്നത്. പക്ഷെ സ്പെല്ലിങ് രണ്ടാണത് വ്യക്തമായിട്ട് ട്രോളിംഗ് ആണോ സീയിങ് ആണോ ട്രോളിംഗ് ആണോ എൻറ്റാംഗ്ലിംഗ് ആണോ എന്ന് ശ്രദ്ധിക്കും. സീയിങ് എന്ന് പറഞ്ഞാൽ പേഴ്സീൻസ് എന്നൊക്കെ പറഞ്ഞറിയാമോ? അതായത് നമ്മൾ സറൗണ്ട് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ഫിഷിംഗ് മെത്തേഡാണ്. നമ്മളൊരു പേഴ്സീൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 2 ബോട്ടിൽ നിന്ന് നമ്മൾ വല എറിയുന്നു, അതിനെ ഇങ്ങനെ കവർ ചെയ്യുന്നു, ഒരു വലിയ വൃത്തമായിട്ട് ഒരു മനസ്സിലായോ റൗണ്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബോട്ടുണ്ട് നിൽക്ക്, അതിനിങ്ങനെ ചുറ്റി ഇതൊരു റൗണ്ട് ആയിട്ട് ഒരു വലിയ പേഴ്സൺസ് ഒക്കെ അങ്ങനെയാണ്, പേഴ്സൺസ് പോലെ ഇങ്ങനെ കോരിയെടുക്കുക. അതാണ് സീയിങ് ഒക്കെ ആ ഒരു കാറ്റഗറീസ് അതിന് വരുന്നതാണ്. ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വലിച്ചുകൊണ്ട് വരുന്നത്. അത് ഇപ്പം ഒരു പിക്ചർ കാണിക്കുകയാണെങ്കിൽ ഇതൊരു ബോട്ടിനകത്തുനിന്ന് 2 വലകൾ ഇങ്ങനെ പോകുന്നു. ഇവിടെ വാട്ടർ ബോട്ട്സ് ഒരു കോണാകൃതിയിൽ ഇങ്ങനെ കോൺ ഷേപ്പിൽ ഇങ്ങനെ വല നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് ഇതൊരു ഷിപ്പെന്നൊന്നും പറയണ്ട. ഇതാണ് ട്രോൾസ്. നമ്മൾ ഗിയേഴ്സ് ഒക്കെ പഠിക്കുമ്പോഴേ എന്തായാലും പഠിച്ചാണ്. ഒരു കോണാകൃതിയിൽ വലിച്ചെടുത്തോണ്ട് പോകുന്നതാണ് ട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ട്രോളിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രോളിംഗ് ആണ് നമ്മുടെ ഉത്തരമായ ട്രോളിംഗ്. വേറെ ട്രോളിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, മറ്റേ ട്രോളിംഗ് എന്ന് വിചാരിക്കല്ലേ, കളിയാക്കുന്ന ട്രോളിംഗ് ഉണ്ടല്ലോ, ആ ട്രോളിംഗ് അല്ല കേട്ടോ. ഇതാണ്, അതായത് നമ്മുടെ ഷിപ്പിൻ്റെ ബോട്ടിൻ്റെ ലാസ്റ്റ് ഭാഗത്തു നിന്ന് നമ്മൾ ഒരുപാട് സെവറൽ ലൈൻസ് ഇട്ടിട്ട് ബേസ് ഹുക്സും ഒക്കെ വെച്ചിട്ട് ഫിഷിംഗ് നടത്തുന്ന മെത്തേഡിനാണ് ട്രോളിംഗ് എന്ന് പറയുന്നത്. അതും പടം വരച്ച് ഞാൻ കുളമാക്കി കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് അതായത് ഈ ബോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബോട്ടാണെന്ന് ഇരിക്കട്ടെ, അസ്യൂം ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കും. ഇതിനകത്തുനിന്ന് കുറേ ഇതിനകത്തൊക്കെ ഹുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വല പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് നോക്കിയൊരു വല പോകുന്നതിനെയാണ് നമ്മൾ ട്രോളിംഗ് എന്ന് പറയുന്നത്. ട്രോളിംഗ് സ്പെല്ലിങ് നോക്കുക. എൻറ്റാംഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽനെറ്റും ട്രമൽസ് ഒക്കെ അല്ലേ, ഗിൽനെറ്റ് നമ്മുടെ ട്രമൽസ് ഒക്കെ വരുന്നതാണ് എൻറ്റാംഗ്ലിംഗ്. ഓക്കെ, ഇത് നോട്ട് ദ സ്പെല്ലിംഗ്. ട്രോളിംഗ് TRAWLING വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചോണ്ട് വരിക, ഡ്രാഗ് ചെയ്യുക എന്നാണ് അർത്ഥം കേട്ടോ. TROLLING ആണെങ്കിൽ ഒരുപാട് ലൂസും അല്ലെങ്കിൽ സെവറൽ ലൈൻസ് വന്നിട്ട് അതിനകത്ത് ബെയ്റ്റും ഹുക്സും ഒക്കെ വന്നിട്ട് നമ്മൾ ഫിഷിംഗ് നടത്തുന്ന മെത്തേഡാണ്. ഉത്തരം പറഞ്ഞല്ലേ ട്രോളിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്ലാപ്പർ. എന്തിനാണ് നമ്മൾ ഫ്ലാപ്പർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ടു റെസിസ്റ്റ് ദ എസ്കേപ്പ് ഓഫ് ഫിഷ് ഫ്രം ദ ആപ്റ്റ് പാർട്ട്, to protect the nest from damage, especially on stony ground, to accumulate the catch of the trawl net, to provide smooth curvature at the mouth of the trawl. ഇത് മെയിൻലി ട്രോൾസ് ബേസ് ചെയ്തിട്ട് ഈ ട്രോൾസിനകത്തൊരു പാർട്ടാണ് ഫ്ലാപ്പർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലാസ്സിന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ ഞാനിവിടെ പടം വരച്ച് കഴിഞ്ഞത് കുളമായി കളയും. മെയിൻലി ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് തടയാൻ വേണ്ടി ആഫ്റ്റ് പാർട്ടിൽ നിന്നും നമ്മുടെ ഫിഷസിനെ എസ്കേപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ
ഫ്ലാപ്പർ ഉപയോഗിക്കുന്നത്. ഇതൊരിപ്പോൾ ഒരു ഫംഗ്ഷൻ കിട്ടിയല്ലോ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 87. Which of the following statement about the butt portion of the person കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. It is made up of thicker twine ആണോ, it is shorter and deeper than other panels ആണോ, this part of the net is short last ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇതിനകത്ത് ഇറ്റ് ഈസ് മെയ്ഡ് കറക്റ്റ് അല്ലേ ചോദിച്ചേക്കുന്നത്, കറക്റ്റ് ബണ്ടിന്റെ കാര്യത്തിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദിച്ചേക്കുന്നത്. തിക്കർ ട്വൈൻ ശരിയാണ്. ഇറ്റ് ഈസ് ഷോർട്ടർ ഇൻ ഡെപ്ത് ദാൻ അതർ പാനൽസ്. ശരിയാണ്, ഇത് തെറ്റാണ്. ദിസ് പാർട്ട് ഓഫ് ദ നെറ്റ് ഈസ് ഷോർട്ട് ലാസ്റ്റ് അല്ലത്. ബി ആണ് ശരിയാക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the correct statement about fishing craft made up of അലൂമിനിയം വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഫിഷിംഗ് ക്രാഫ്റ്റ്സിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇൻക്രീസ് എൻജിൻ സൈസ്, ഇൻക്രീസ് കാർഗോ ക്യാരിങ് കപ്പാസിറ്റി, റെഡ്യൂസ് ഡിസ്പ്ലേസ്മെന്റ്. എൻജിൻ സൈസ് കൂടുതലല്ല, അത് തെറ്റാ. ഇൻക്രീസ് കാർഗോ ക്യാരിങ് കപ്പാസിറ്റി, റെഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെന്റുമാണ് ശരി. 2 3 വരുന്ന ഏതാ? ഇതാണ് ശരി. അടുത്ത ചോദ്യം, ഫ്രം ദ ഗിവൺ ഓപ്ഷൻ സെലക്ട് ദ ഡീപ് സീ ഷ്രിംപ് സ്പീഷീസ്. നോട്ട് ദ പോയിന്റ്. ഡീപ് സീ ഷ്രിംപ് സ്പീഷീസ്. പാരാപിനിയോപ്റ്റിസ് ഹാർഡ്വിക്കി ആണോ, അരിസ്റ്റേഴ്സിസ് അൽക്കോക്കി ആണോ, ലീൻഡർ സ്റ്റൈലിഫെറ ആണോ, ബ്യൂരസ് സെവലി ആണോ എന്നുള്ളതാണ് ചോദ്യം. പേരൊക്കെ ഇച്ചിരി ടഫാണ്. ഡീപ്സിയിലേക്ക് വരുമ്പോൾ പേര് കുറച്ച് ടഫാണ്. ഈ പാരാപിനിയസ് ഹാർഡ്വിക്കി എന്ന് പറഞ്ഞാൽ അതൊരു ഷ്രിംപ് സ്പീഷീസ് ആണ്, പക്ഷെ അത് ഡീപ് സീ അല്ല, അത് മറൈനാണ്. അപ്പൊ അതല്ല. ആൻസർ അരിസ്റ്റേഴ്സിസ് അൽക്കോക്കി ആണ്. ഇതൊരു റെഡ് കളറുള്ള, ഭയങ്കര റെഡ് കളറാണ് ഇത്. ഇതൊരു ഡീപ് സീ ആയിട്ടുള്ള ഒരു ഷ്രിംപ് സ്പീഷീസ് ആണ് അരിസ്റ്റേഴ്സിസ് അൽക്കോക്കി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ നീണ്ടകരയിലൊക്കെ രാവിലെ വെളുപ്പിനെ സമയത്ത് ഡീപ് സീ ഫിഷസ് വരുന്നത് നീണ്ടകരയൊക്കെ നല്ല രാവിലെ ഒരു 5 മണി 4:30 5 മണി സമയത്താണ്. ആ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തെ കാണാൻ പറ്റും. ഇതിനെ കയറ്റി അയക്കുകയൊക്കെ ചെയ്യുന്നത്. ഭയങ്കര റെഡിഷ് കളർ, കാണുമ്പോൾ തന്നെ ഭയങ്കര റെഡ് കളറിലിരിക്കുന്ന ഒരു ഷ്രിംപാണ് അത് കേട്ടോ. അരിസ്റ്റേഴ്സിസ് അൽക്കോക്കിയാണ് ഉത്തരം. ഡീപ് സീ ഷ്രിംപ്. Next question, which one of the following statement about end cut used to shape the netting is correct? End cut എന്തിനാണ് ഉള്ളതാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ളതല്ലേ ചോദിച്ചേക്കുന്നത്. A cut through brought the twines at top or bottom of the knot in the horizontal direction ആണോ? When the knot in end cut is undone, the mesh is opened ആണോ? It is also called peak cut or pain cut എന്നാണോ? ഇത് ശരിയാട്ടോ. പീക്ക് കട്ട് ആൻഡ് പെയിൻ കട്ട് തന്നെയാണ് എൻ കട്ടിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര്. When the knot is end cut is undone, മെഷ് ഓപ്പൺ ആയിരിക്കും. എൻ കട്ട് അൺഡൺ ചെയ്ത് കഴിഞ്ഞാൽ മെഷ് ഓപ്പൺ ആവത്തില്ലേ? ശരിയാണ്. ഇത് തെറ്റാ. കട്ട് ത്രൂ ദ ബോട്ടം ടൈൻസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അല്ല, നമുക്ക് തെറ്റാ. ദിസ് ഇസ് എ ആണ് റേഡിയൽ ലോസ്. അതും കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ചെയ്ത് ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ് നോട്ട്. അടുത്ത ചോദ്യം, സെലക്ട് ദ നാച്ചുറൽ ബാസ്റ്റ് ഫൈബേഴ്സ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. ഇതിനകത്ത് ബാസ്റ്റ് ഫൈബർ എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെമ്മിൽ നിന്ന് എടുക്കുന്ന ഫൈബർ. ബാസ്റ്റ് ഫൈബർ ഫ്രം സ്റ്റെം. അങ്ങനെയാണ് നമ്മൾ ബാസ്റ്റ് ഫൈബർ. കോട്ടൺ ആണോ, ഹെമ്പാണോ, മനിലയാണോ, സിസാലാണോ? കോട്ടൺ നമുക്കറിയാം, അതൊരു സീഡ് ഫൈബർ ആണ്. കോട്ടൺ ഈസ് എ സീഡ് ഫൈബർ. അപ്പൊ കോട്ടൺ അല്ലല്ലോ. മനില ഒരു ലീഫ് ഫൈബർ ആണ്. മനില അല്ലല്ലോ. സിസാലും ഒരു ലീഫ് ഫൈബർ ആണ്.
അപ്പൊ അതുമല്ല. പിന്നെ ഏതാണ്? ഹെംപ്. ഹെമ്പാണ് ഇവിടുത്തെ ബാസ്റ്റ് ഫൈബർ. ക്ഷീണിച്ചോ? 90 ആയി ക്വസ്റ്റ്യൻസ്. 92ലാണ് നമ്മൾ പറയുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എത്താൻ പോവാട്ടോ. 92 ആണ്. ബോറടിച്ചോ എല്ലാവർക്കും? വിച്ച് വൺ ഓഫ് ദ ക്വസ്റ്റ്യനിലേക്ക് പോവാല്ലേ? ഞാനൊരു കഥ പറഞ്ഞുതരാം. അതായത് നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഈ ചെയ്യുന്നത്. എന്താണ് MCQ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഹിസ്റ്ററി അറിയാമോ? അതായത് 1914 കാലഘട്ടം. 1914 കാലഘട്ടത്തിൽ ഫെഡറിക് കെല്ലി എന്ന് പറഞ്ഞ, കെല്ലി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുക. കെല്ലി എന്ന് പറഞ്ഞൊരു അമേരിക്കൻ എഡ്യൂക്കേറ്റർ ഉണ്ടായിരുന്നു. പുള്ളി അദ്ദേഹത്തിന്റെ PhD വർക്കിന് വേണ്ടിയാണ് ഈ MCQ എന്നൊരു ടെക്നിക്ക് കൊണ്ടുവന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അത് ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടികളെ ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മൾട്ടിപ്പിൾ ചോയ്സ്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അസസ്മെന്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് മൾട്ടിപ്പിൾ ചോയ്സ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ വർക്ക് ലോകത്തെങ്ങും ഭയങ്കരമായിട്ട് പ്രശസ്തമായി. സ്കൂൾസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആദ്യം കാലത്ത് പേപ്പറിൽ നമ്മൾ കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. പിന്നെ നമ്മൾ OMR, നമുക്ക് ഇപ്പോഴും PSCയിൽ OMR ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബബിൾ ചെയ്തിട്ട് OMR കറക്ഷൻ, അത് മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിലും OMR ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും മോഡേൺ ഇറയിൽ അതെന്താ ചെയ്യുന്നത്? ഇപ്പോൾ നെറ്റ് എക്സാംസ് ആയാലും ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡാണ് കുറച്ചും കൂടെ. അതും MCQവിൻ്റെ മോഡേൺ വേർഷൻ ആട്ടോ. ജസ്റ്റ് ഓർത്ത് പറഞ്ഞോളൂ. പെട്ടെന്ന് കഥ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൈവേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഡൈവേഷനായി പോകരുത്. നമ്മൾ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 ചോദ്യങ്ങൾ, 10 ഇല്ല, ഇനി 8 ചോദ്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനിഷ് ചെയ്തു. അഭിമാനിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡിഫറെന്റ് നോട്ട് ഈസ് കറക്റ്റ്? കറക്റ്റ് എന്ന് തന്നെ നോട്ട്സിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. ഓവർ ഹാൻഡ് ഈ ക്വസ്റ്റിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. വെയിറ്റ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ. അടുത്ത ക്വസ്റ്റിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. 93. ചൂസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ഫങ്ഷൻ ഓഫ് ട്രാൻസ്യൂസർ. എക്കോ സൗണ്ടറിനകത്ത് ട്രാൻസ്യൂസർ എന്തിന് യൂസ് ചെയ്യുന്നു, അതിന്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആംപ്ലിഫൈ ദ വീക്ക് ഇലക്ട്രിക്കൽ ഓസിലേറ്റർ പ്രൊഡ്യൂസ്ഡ്. വീക്ക് ഇലക്ട്രിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ അതിന്റെ ഫങ്ഷൻ? അല്ല. അത് അവിടെ എന്താ ഉപയോഗിക്കുന്നത്? അവിടെ ആംപ്ലിഫയർ അല്ലേ ഉപയോഗിക്കുന്നത്. ആംപ്ലിഫയർ ആണ് ആംപ്ലിഫൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കൺവേർട്ട് ദ ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് ആണോ? ആണോ? സൗണ്ട് വന്നു, എക്കോ സൗണ്ടർ വന്നു, ട്രാൻസ്ഡ്യൂസർ വന്നു. അതെ, ട്രാൻസ്ഡ്യൂസർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ജനറേറ്റ് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്കൽ പൾസ് വെർട്ടിക്കലി. അതേതായിരിക്കും? ട്രാൻസ്മിറ്റർ ആണ്. ഡിസ്പ്ലേസ് ദ എക്കോസ് ഇൻ ദ പ്രോപ്പർ വേ. എക്കോസിനെ പ്രോപ്പർ വേയിലേക്ക് കൊണ്ടുവരുന്നത് ആരാ? അത് ഡിസ്പ്ലേ സ്ക്രീൻ ആണ്. ഡിസ്പ്ലേ സ്ക്രീൻ. അതെ, ഡിസ്പ്ലേ സ്ക്രീൻ. അത് സ്ക്രീൻ അഥവാ റെക്കോർഡർ ഇല്ലേ, അതായിരിക്കും. റെക്കോർഡർ ആയിരിക്കും. കിട്ടിയല്ലോ? ചോദ്യം ഉത്തരം കിട്ടിയല്ലോ. ട്രാൻസ്ഡ്യൂസറിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ചോദ്യം. കൺവേർട്സ് ദ ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് ആണ് ഉത്തരം. ആംപ്ലിഫൈസ് ചെയ്യുന്ന ആംപ്ലിഫയർ ആണ്. ഇലക്ട്രിക് പൾസിന് വെർട്ടിക്കലി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റർ ആണ്. എക്കോസിനെ ഡിസ്പ്ലേ ചെയ്യുന്ന ഡിസ്പ്ലേ റെക്കോർഡറിനകത്താട്ടോ. 95. Identify the material that is good for making float using deep sea fishes. Deep sea fishesൽ ഏത് മെറ്റീരിയൽ ആണ് ഏറ്റവും ഗുഡ്? സ്റ്റീൽ, സ്പോഞ്ച് പ്ലാസ്റ്റിക്, അലൂമിനിയം, HAD. സ്റ്റീൽ പറ്റില്ല, അലൂമിനിയം പറ്റില്ല, സ്പോഞ്ച് പ്ലാസ്റ്റിക് പറ്റില്ല, HADP. ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ. ഹൈ ഡെൻസിറ്റി ഇത് നമ്മൾ ഓൾറെഡി ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ.
ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീനാണ് മെറ്റീരിയൽ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഗിവൻ 96 ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 96 വന്നത്. 95 ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്, 96 വന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സർവീസസ് ഇൻ കോസസ് ഈസ് കറക്റ്റ്? Formulate deep sea fishing regulation, identify PFZ in the seas, provide coral bleaching alert എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഇനോസിസ് എന്ന് പഠിക്കണം. ഇനോസിസ് എന്താണെന്ന് നോക്കണം. ഇനോസിസ് ചുമ്മാ ഒരു വേർഡ് കണ്ടെന്ന് വിചാരിച്ചാൽ എൻ്റെ ഫുൾ ഫോം പറയണ്ടേ? ഇന്ത്യൻ നാഷണൽ സെന്റർ for Ocean Information Services. Ocean Information Services. Okay. Indian National സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസ് ആണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇൻകോസിസ് എന്നൊരു ചോദ്യം, എന്താണ് ഇൻകോസിസിൻ്റെ ഫുൾ ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാമല്ലോ. ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസ് ആണ്. അതിൻ്റെ കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ ചോദിച്ചത്. ഇത് വേറെ സാധനമുണ്ട്, PFZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ ആണ് കേട്ടോ. PFZ എന്താണെന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ. ഓക്കെ, മെയിൻലി ഇൻകോസിസിൻ്റെ ഒരു ഫങ്ഷനാണ്, അവരുടെ ഒരു സർവീസാണ് ഐഡൻറ്റിഫൈ നമ്മുടെ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺസ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇൻകോസിസിൻ്റെ ഒരു ധർമ്മമാണ്. പ്രൊവൈഡ് കോറൽ ബീച്ചിങ് അലേർട്ട്സ് കൊടുക്കുക എന്നുള്ളത് ഒരു ധർമ്മമാണ്. ഡീപ് സീ ഫിഷിംഗ് റെഗുലേഷൻസ് അവരല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് 2 and 3. 2 and 3 വരുന്നത് എവിടെയാ? സി, ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് ഉത്തരം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് ഇങ്ങനെ 1, 2, 3, 4 എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ അവസാനം അവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും തെറ്റിപ്പോരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെയിൻലി ആദ്യം സൈക്കിൾ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കറക്റ്റ് എന്നുള്ളത്, കറക്റ്റാണോ നോട്ട് കറക്റ്റ് ആണോ എന്ന് നോട്ട് ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾ ടിക്കും എക്സും ഇട്ട് പോവുക. അപ്പം നിങ്ങൾക്ക് അറിയാം 2, 3 ഓക്കെ, അപ്പോൾ 2, 3 വരുന്ന ഏതാണ്. അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ABCD ആൻസറിലേക്ക് എത്താൻ, ഓപ്ഷൻസിലേക്ക് എത്താൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോവും കേട്ടോ. അത് ഒന്ന് മൈൻഡ് വെച്ചേക്കാം. അടുത്ത ചോദ്യമാണ്, സെലക്ട് ദ മാരിടൈം സ്റ്റേറ്റ് ദാറ്റ് ഫസ്റ്റ് എനാക്റ്റഡ് ദ മാരിൻ ഫിഷറീസ് ആക്ട് ഇൻ ഇന്ത്യ. 1980 മറൈൻ ഫിഷറീസ് ആക്ട് കൊണ്ടുവന്ന ഏത് സ്റ്റേറ്റ് ആണ്, മാരിടൈം സ്റ്റേറ്റ് ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗുജറാത്ത്, കേരള, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ. ഈ 4 സ്റ്റേറ്റിലും ഇഷ്ടം പോലെ കടലുകളുള്ള സ്റ്റേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം കേരളമാണ് ഇതിന് ഉത്തരം കേട്ടോ. ഇതിനകത്തുനിന്ന് വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. മറൈൻ ഫിഷറീസ് ആക്ട് വന്ന വർഷം 1980, അത് പഠിക്കാം. ആദ്യമായിട്ട് വന്ന സ്റ്റേറ്റ് ഏതാ? കേരള തന്നെയാണ്, മറന്നുകൂടാ, എന്തായാലും മറക്കത്തില്ല. കേരളയാണ് മറൈൻ ഫിഷറീസ് ആയിട്ട്. നമ്മൾ വേറെ ഒരു സംസ്ഥാനം പഠിച്ചില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലെങ്കിലും നിങ്ങൾ കറക്റ്റ് കുത്തി ഉത്തരം എഴുതി കഴിഞ്ഞാൽ അത് കിട്ടും. 1980 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 98. 2 more questions. From the given statement about the specific for lifebuoy selection, the one that is not correct. ഇവിടെ വന്നേക്കുന്നത് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ്. The outer diameter of lifebuoy shall not be more than 700 mm. തെറ്റാ. The lifebuoy shall be highly visible color. ഉറപ്പായിട്ടും ലൈഫ് ബോയ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളിടുന്ന ലൈഫ് അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സേവിങ് അപ്ലയൻസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ടോപ്പിക്ക് തന്നെയുണ്ട് നമ്മൾ 10th മൊഡ്യൂള്. അത് ഞാനാണ് എടുക്കുന്നത്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലൈഫ് സേവിങ് അപ്ലയൻസസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഡേറ്റ് സിമ്പിളായിട്ട് ഉത്തരം എഴുതാം. വിസിബിൾ ലൈറ്റിലാണ് നമ്മളെപ്പോഴും ലൈഫ് ബോയ്സ് കാണാം. എന്തിനാത്? ദൂരേന്നായാലും നമുക്ക് കാണണ്ടേ. നല്ല ബ്രൈറ്റ് കളേഴ്സിലായിരിക്കും. നമുക്ക് റെഡ്, നല്ല ഓറഞ്ച്, റെഡ് കളേഴ്സിലൊക്കെ ആയിരിക്കും. ഓറഞ്ച് ഒരു റെഡ് കളേഴ്സിലൊക്കെ ആയിരിക്കും ലൈഫ് ബോയ് ഇടുന്നത്. എന്താ ദൂരേന്ന് വരെയും നമുക്ക് കാണാം. വിസിബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയാണ്. ലൈഫ് ബോയ് ഷാൾ ബി കൺസിസ്റ്റ് ഓഫ് ഇൻകേസ്
ബൊയാൻസി അല്ലെ ബൊയോണ്ട് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. പൊങ്ങിക്കിടക്കണ്ടേ? ലൈഫ് ബോയ് എന്തിനാ? നമുക്ക് ലൈഫ് സേവിങ് ആയിട്ടുള്ള അപ്ലയൻസസ് ആണ്. അപ്പോൾ പൊങ്ങിക്കിടക്കണം, വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാലേ പറ്റത്തുള്ളൂ. ലൈഫ് ബോയ് ഷാൾ ഹാവ് എ മാസ് ഓഫ് നോട്ട് ലെസ് ദാൻ 2.5 കിലോ. ശരിയാണ്, 2 കിലോയിൽ കുറേ. കാരണം ആ ഒരു പിടിച്ച് നിൽക്കുക, നമ്മളൊരു മനുഷ്യനൊക്കെ ആയിരിക്കും അതിനകത്ത് ആ പിടിച്ച് നിൽക്കുന്നത്. ഹോൾഡ് ചെയ്യുന്ന കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ഇവിടെ കൊണ്ടുവന്നത്. ലൈഫ് ബോയ് എന്ന് കഴിഞ്ഞ് സോപ്പാന്ന് വിചാരിക്കുന്നത് ലൈഫ് സേവിങ് അപ്ലയൻസസ് ആട്ടോ. ലൈഫ് ബോയ് ലൈഫ് സേവിങ് അപ്ലയൻസസ്. നമ്മുടെ ഫിഷിംഗ് എയ്ഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 10ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കായത് ലൈഫ് ബോയ്. എന്തായാലും വിസിബിൾ കളർ ശരിയാണെന്നുള്ള ബാക്കി ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ സാധനം നിങ്ങൾക്ക് എന്തായാലും ലൈഫ് ബോയ് എന്താണെന്ന് അറിയാവുന്ന ഒരാൾക്ക് വിസിബിൾ കളറാണ്, ബ്രൈറ്റ് കളറാണെന്നുള്ളത് മനസ്സിലാവുമല്ലോ. 99. വാട്ട് ഈസ് മീൻ ബൈ ഗോസ്റ്റ് ഫിഷിംഗ്? ഭയങ്കര പേടി, പ്രേതം, ഗോസ്റ്റ്, പേടി, പ്രേതമായിട്ട് ബന്ധപ്പെട്ടല്ലോ. ദ യൂസ് ഓഫ് പോയിസൺ, ഇലക്ട്രിസിറ്റി ഓർ എക്സ്പ്ലോഷൻ ടു കിൽ ഓർ സ്റ്റൺ ഫിഷസ് ആണോ? ഹാർംഫുൾ ബോട്ടം ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രോൾസ് ദാറ്റ് ഡിസ്ട്രോയ് ദ സീബെഡ് ആൻഡ് വേരിയസ് മറൈൻ ലൈഫ്. ഇതാണോ? Discard of lost fishing gears in the marine environment continues to catch fish and trap animals. Theo. Intentional catching of different marine organisms along with the target fish. ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒന്നാമതും അവർ പറഞ്ഞേക്കുന്ന ഓപ്ഷൻ വിഷം കലക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റിയോ എക്സ്പ്ലോഷൻസ് എന്തെങ്കിലും ഉപയോഗിച്ച് മീനുകളെല്ലാം കൊന്നൊടുക്കുക, അതാണോ ഗോസ്റ്റ് ഫിഷിംഗ് എന്താണോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സീബെഡ്സ് ഒക്കെ നശിപ്പിച്ച് മറൈൻ ലൈഫിനെയൊക്കെ ഭയങ്കര ഹാം ചെയ്യുന്നതാണോ എന്നുള്ളത് ഉത്തരം എന്തായാലും കിട്ടിക്കാണല്ലോ. ഗോസ്റ്റ് ഫിഷിംഗ് നമ്മൾ പഠിച്ചതാണ്. ഡിസ്കാർഡർ ഓഫ് ലോസ്റ്റ് ഫിഷിംഗ് ഗിയേഴ്സ് ഇൻ ദ മറൈൻ എൻവയോൺമെന്റ് കണ്ടിന്യൂസ് ടു ക്യാച്ച് ഫിഷ് ആൻഡ് ട്രാപ്പ്. അതായത് നമ്മൾ യൂസ് ചെയ്തിട്ട് ചിലപ്പം നമുക്ക് എല്ലാം ഈ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പോകുന്ന വഴി ഈ ഫിഷേഴ്സ്മെൻസ് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ പിടിക്കുന്ന മീനുകളൊന്നും അവർക്ക് നമുക്ക് യൂസ്ഫുൾ ആകുന്നില്ല, അവർ ഡിസ്കാർഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വരുന്ന മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഇത് പൊട്ടിപ്പോവുക എന്നുള്ളത്. അവരുടെ ടോൾസ് അല്ലെങ്കിൽ അവരുടെ ഫിഷിംഗ് ഗിയേഴ്സ് ഒക്കെ പൊട്ടിപ്പോവുക. അവർക്ക് ഒരിക്കലും അത് തിരിച്ച് പോയി എടുത്തുകൊണ്ട് വരാൻ അത്രയും ഹെവി ആയിട്ടുള്ള ട്രോൾസുകളാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ ട്രോളിങ് ഒക്കെ ആണെങ്കിലും ആ നെറ്റ്സൊക്കെ ഭയങ്കര വലുതാണ്. അപ്പം അതൊന്നും ഈ കടലിൽ പോയി ഒരാൾക്ക് പിടിച്ചെടുത്ത് അല്ലെങ്കിൽ കുറച്ച് പേര് ഇറങ്ങിപ്പോയി പിടിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഡിസ്കാർഡ് ആയി കഴിഞ്ഞാൽ പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് ഹാംഫുൾ ആയിട്ട് മറൈൻ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഡിസ്കാർഡുള്ള സാധനങ്ങൾ അവിടെ കിടന്നു അതിനകത്ത് ആ വലയ്ക്കകത്തൊക്കെ മറ്റ് മറൈൻ ഓർഗാനിസംസ് കുടുങ്ങി ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്. ആനിമൽസ് ട്രാപ്പാക്കുന്നുണ്ട്, അതിനെ പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടാനും പറ്റത്തില്ല. നമ്മൾ പിടിച്ച് കരയ്ക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് അവരെ റിലീസ് ചെയ്യും, അല്ലാതെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം അതിനുവേണ്ടി ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗോസ്റ്റ് ഫിഷിങ് നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കറിയാം ഈ ആനിമൽ റെസ്ക്യൂ ടീംസ് പോലെ മറൈനിൽ റെസ്ക്യൂ ടീംസ് ഉണ്ട്. അതിൽ ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു വീഡിയോ ആണ്. നമ്മൾ ഒരു സീ ടർട്ടിലിനെ ഒരു റോൾ ചെയ്തിട്ടൊരു നെറ്റ്, അതിങ്ങനെ ഡിസ്കാർഡായി പോയ എന്തോ നെറ്റാണ്, നെറ്റ് റോൾ ചെയ്യുന്നു, അതിങ്ങനെ കഴുത്തിൽ കുടുങ്ങിയത് ഭയങ്കരമായിട്ട് പെയിന് അനുഭവിക്കുന്നു. റെസ്ക്യൂ ടീംസ് അതിനെ ബോഡിയിൽ എത്തിച്ചിട്ട് കട്ട് ഓഫ് ചെയ്യുന്നു, നെറ്റൊക്കെ റിലീസ് ചെയ്ത് വിടുന്നത് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ റെസ്ക്യൂ ടീംസ് ഉണ്ട്. ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എനിവേ അതവിടെ നിൽക്കട്ടെ. ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്കാർഡ് ഓർ ലോസ്റ്റ് ആയിട്ടുള്ള ഫിഷിംഗ് ഗിയേഴ്സ് മറൈൻ എൻവയോൺമെൻറ്റിൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ ട്രാപ്പ് ചെയ്യുന്നു, ക്യാച്ച് ചെയ്യുന്നതിനാണ് ഗോസ്റ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. മറന്നുപോയത് ഗോസ്റ്റ് ഫിഷിംഗ് ഇതാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 100 ക്വസ്റ്റ്യൻ. 100. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് EEZ. EEZ എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആട്ടോ. ഏതാണിത് കറക്റ്റായിട്ട് ഉള്ളത് എന്നാണ് ചോദ്യം. നമ്മുടെ 100ാമത്തെ ചോദ്യമാണ്. ഏരിയ ഓഫ് ഇന്ത്യൻ EEZ, അതും നമ്മുടെ നോട്ടിക്കൽ മൈൽസ് നമ്മുടെ 10ാമത്തെ മൊഡ്യൂളിനകത്ത് വരുന്നതാണ് ആ ഒരു പോർഷൻ. EEZ, the area of Indian EEZ is 3.32 million square gram ആണോ എന്നുള്ള ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. മാർക്ക് ദ പോർഷൻ കറക്റ്റ് ബേസ്ഡ് ഓൺ EEZ. രണ്ടാമത്തെ ഇന്ത്യൻ EEZ ഹാസ് എൻ എസ്റ്റിമേറ്റഡ് മറൈൻ ഫിഷറി പൊട്ടൻഷ്യൽ ഓഫ് 2.02 മില്യൺ ടൺസ്. ശരിയാണോ? ഇത് രണ്ടും തെറ്റാണ് യഥാർത്ഥത്തിൽ. EEZന്റെ ഫുൾ ഫോം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ EEZ stretches out 200 nautical miles from the coast.
അതായത് ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇത് മാത്രമാണ്, ബാക്കി രണ്ടും തെറ്റാണ്. 3D, only 3. 200 നോട്ടിക്കൽ മൈൽസ് ആണ് കോസ്റ്റിൽ നിന്നും നമ്മൾ സ്ട്രച്ച് ചെയ്യുന്ന EEZ സോൺ. ഓക്കെ, ഗോട്ട് ഇറ്റ്? അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസോളം ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആണോ? ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 100 ചോദ്യം നിങ്ങൾക്ക് ഒരു പരിധി വരെ, ഇപ്പം 100 ചോദ്യം അല്ല, അതിൽ കൂടുതലും നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ എപ്പിസോഡിലെല്ലാം പാർട്ട് 1 ഇട്ടിട്ടുണ്ട്, അതും വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്യുമ്പോൾ അത് കുറേ ചോദ്യം അതിനകത്തും നമ്മൾ ഇട്ടിട്ടുണ്ട്, വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അത് പറയണം, ഉറപ്പായിട്ടും പറയണം. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ട്, പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്ക് സ്വയമായിട്ട് എന്തെങ്കിലും അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾ കമൻസിൽ ഇത് കമൻറ്റ് ഇടണം. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഒന്നാമത് പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുന്നു, ഇത് പ്രാക്ടീസ് ചെയ്യുക, എക്സാം പാറ്റേൺസ് അറിയുക, സിലബസ് പ്രോപ്പർ ഫോളോ ചെയ്യുക. ഇതുവരെ നമ്മൾ ഡേറ്റ് എത്തിയിട്ടില്ല, ഡേറ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് നമ്മളെ ചെയ്യും. അത് നിങ്ങൾ മനസ്സിലിരിക്കുക. കീപ് ലേണിംഗ് ആൻഡ് കീപ് ഗോയിങ്. ബൈ. വേറെ എപ്പിസോഡ് കാണാം. ബൈ.